രാവിലത്തെ പാചകങ്ങൾ തുടങ്ങാൻ പോണു. രാവിലെ മീനൊക്കെ വെട്ടി കഴുകി വെട്ടിക്കഴുകി അരപ്പൊക്കെ റെഡിയാക്കിയിരുന്ന് വെട്ടിക്കഴുകി എടുത്ത് വെട്ടിക്കഴുകി ഉപ്പിട്ട് തേച്ച് കഴുകി എടുത്തിട്ട് കറി വയ്ക്കാൻ ഒരുങ്ങി കടുക് വറുത്ത് അരപ്പ് അതിനകത്ത് ഒഴിച്ച് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് അരപ്പ് തിളയ്ക്കുന്ന നേരം കൊണ്ട് ഇച്ചിരി വറുക്കാനുള്ള മീനുണ്ടായിരുന്നു. വറുക്കാനുള്ള മീനെടുത്ത് കറിക്ക് ഉപ്പുമൊക്കെ ഇട്ട്, പിന്നെ ഇച്ചിരി വറുക്കാനുള്ള മീനുണ്ടായിരുന്നു. അതിനകത്ത് മുളക് പൊടി, ഉപ്പുപൊടി, മഞ്ഞൾ, കുരുമുളക് പൊടി എല്ലാം കൂടിട്ട് പുരട്ടി വെച്ച് അടുപ്പിലോട്ട് പാൻ വെച്ച് അതിനകത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെള്ളം പറ്റിയപ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പോഴത്തേക്ക് കറി തിളച്ച് കറിക്കകത്ത് മീനെല്ലാം പറക്കിയിട്ട് വറുക്കാനുള്ള പാലിലെ വെള്ളം പറ്റി. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് മീനെല്ലാം പറക്കി വെച്ച് മീൻ പറക്കി വെച്ച് അത് വേവുന്ന നേരം കൊണ്ട് കുറേ മുരിങ്ങയില ഇട്ടി മുരിങ്ങയില അടർത്തിയെടുത്ത് അപ്പോഴത്തേക്ക് കറിയൊക്കെ തിളച്ച് വെന്തുകൊണ്ടിരുന്ന നേരം കൊണ്ട് മുരിങ്ങയില ഇട്ടി മുരിങ്ങയില വൃത്തിയാക്കിയെടുത്ത് അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് ഇറുത്തെടുത്ത് ഇച്ചിരി നേരം വേണമായിരുന്നതിന്. ഇറുത്തെടുത്തതിന് ശേഷം പിന്നെ ഒന്ന് അരിഞ്ഞെടുത്ത് പിന്നെ അത് അരിഞ്ഞെടുത്ത് ഇച്ചിരി ജോലിയുള്ളതാണ്. ജോലിയെടുത്ത് കഴുകി വൃത്തിയാക്കി ഇച്ചിരി കടുക് വറുത്ത് അതിനകത്തോട്ട് തട്ടി പിന്നെ അത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചുടാന്തു തീർത്തെടുത്തതിന് ശേഷം ഒന്ന്
കയ്യിൽ വാരി കൂട്ടിപ്പിടിച്ച് അരിഞ്ഞെടുത്ത്. അപ്പം വലിയ ഇലകളും ചെറിയ ഇലകളും എല്ലാം ഒരേ കണക്കായിരിക്കുമല്ലോ തോരൻ വെക്കുമ്പോൾ. എന്നിട്ട് തോരൻ വെച്ച് പിന്നീട് ചീനി വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് ഇച്ചിരി കറി വയ്ക്കാമെന്ന് വിചാരിച്ച്. ആ തോരനകത്തേക്ക് ഒരു മുട്ടയും കൂടെ തട്ടി ഒഴിച്ച് തോത്തിയെടുക്കുമ്പോൾ നല്ല പിരിപിരാ കിടക്കും, നമുക്ക് കട്ട പിടിക്കാതെ കിടക്കും ഇങ്ങനെ. പിന്നെ ചീനി മേടിച്ചുകൊണ്ട് വന്ന് ചീനി അരിഞ്ഞെടുത്ത് അത് കഴുകി അടുപ്പിൽ വെച്ചു. അരിഞ്ഞെടുത്ത് പിന്നെ അത് കഴുകി അരിഞ്ഞ് തീർന്ന് കഴുകി അടുപ്പിൽ വെച്ച് വേവിച്ച് അരപ്പിട്ട് ചോറ്, കറി, പിന്നെ മുരിങ്ങയില തോരൻ,